എന്തൊരു ബോറാണ് ക്ലാസ്. ശരിയാടി, വട്ടാവുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. നീയല്ലേടി 2 കുറ്റി കൊട്ടുവന്ന്, അതൊക്കെ ദഹിച്ചക്കണ്. എനിക്ക് വിശക്കണ്ടി. വെള്ളം കടിച്ചിങ്ങ ക്യാൻറ്റീനൊക്കെ പോവേണ്ടി ഫുഡ് കഴിക്കാൻ. അതിന് ഇങ്ങനെ പ്രസംഗം കഴിയണ്ടേ? നോക്കടി, ജൂണി ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കണേ. അതെനിക്ക് അറിയണല്ലേ, അവള് ജനിച്ചു വീണതേ പുസ്തകത്തിലോട്ടാണ്. നമ്മളോ പഠിക്കൂല, പഠിക്കുന്നവരെയും പഠിക്കാനായിക്കൂല. അവളിരുന്ന് കുറ്റം പറയാം 3 ഇരുന്നിട്ട്. അവള് ക്ലാസ് ശ്രദ്ധിക്കുന്നോണ്ടാണ് എക്സാം എടുക്കുമ്പോ പോയിന്റ്സ് ഒക്കെ അവള് പറഞ്ഞിരുന്നേ. അവളും കൂടി ശ്രദ്ധിച്ചിട്ട് ഞാൻ നിന്നെങ്കിൽ വട്ട പൂജാണ്. നമ്മളൊക്കെ എക്സാമിന്റെ തലേ ദിവസം പഠിക്കാൻ തുടങ്ങാം. അത് പഠിക്കാതിരിക്കുന്നത് തന്നെ ജൂണി നിർബന്ധിക്കണോണ്ടും. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലേ, ഇവര് രണ്ടോ കുറ്റം പറഞ്ഞു. അതെ അതെ. ബെല്ലടിച്ച് ഓടി വിശന്നിട്ടോയാ. എത്ര പെട്ടെന്ന് ബെല്ലടിച്ചോ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒന്ന് പോടി. മനുഷ്യ എങ്ങനെയാലും ക്ലാസ് തീർക്കാൻ നോക്കുമ്പോ അവൾ കുറച്ചും കൂടി ക്ലാസ് എടുക്കാഞ്ഞിട്ട് മര്യാദക്ക് വന്നു. എന്നെ പഠിക്കാൻ വിട്ട സമയത്ത് ഞാൻ നല്ലപോലെ പഠിക്കണ്, നിങ്ങളോ കളിച്ച് നടക്കണ്. എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടായാൽ മതി. അല്ല, എക്സാം എഴുതണമെങ്കിൽ എന്റെ അടുത്തേക്ക് വരില്ലല്ലോ നിങ്ങള്. അപ്പൊ കാണിച്ചു തരാട്ടാ. എടി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പറയൂ. നമ്മൾ ഇന്നലെ കോളേജ് കഴിഞ്ഞ് പോകുമ്പോ ബസ് സ്റ്റോപ്പിൽ നിന്നില്ലേ? അപ്പോ ഒരു ചെറുക്കൻ എന്തോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോന്നൊരു ഡൗട്ട് ഉണ്ട്. ആളടിപൊളിയാ. ജൂണിക്ക് ക്രഷോ? നമ്മളിവിടെ വായ നോക്കി നടക്കുമ്പോ പറയൂ, എന്തിനാ ഇങ്ങനെ വായ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരുമാതിരി ഇതാക്കിയെന്നല്ലോ. അല്ല, പിന്നെ ഇയാളെ കണ്ടിന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞോ പ്രേമിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുതെ വായ നോക്കുന്ന എന്തിനാന്നല്ലേ പറയലുള്ളൂ. ഇത് വായ നോട്ടല്ലടി, എനിക്ക് ശരിക്കും ക്രഷ് അടിച്ചതാ. സീരിയസ്? ശരിക്കും? അങ്ങനെയാണെ അങ്ങനെ നമ്മൾ ജൂണിക്ക് സെറ്റ് ആക്കിയിട്ടേ അടങ്ങും അല്ലേ? ഓഫ് കോഴ്സ്, അതിനൊരു ഡൗട്ടും വേണ്ട. നീ എന്താടി ഒന്നും പറയാത്തെ? എന്തോന്ന്? ആദ്യം നീ ആ വായിലുള്ള ഇറക്ക്, എന്നിട്ട് പറ. ഞാനും ഒപ്പം ഉണ്ടാവും സെറ്റ് ആക്കാനാണ് ഉദ്ദേശിച്ച. അങ്ങനെ പറ. നീ ആ ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ടിട്ടുള്ളൂ, പിന്നെ നീ കണ്ടിട്ടില്ല. എങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കും? അതാടോ സീന്. നമ്മള് കൊറേ ആയില്ല ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ മാത്രം ഞാൻ കണ്ടേ. അപ്പൊ ഇനിയും ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. ഉണ്ടായാ മതിയെന്ന്. കാണുകയാണെങ്കിൽ അയാളെ പിന്നാലെ വിടണം. അത് ശരിയാ, വീട് കണ്ടുപിടിച്ചാ പിന്നെ പണിയില്ലല്ലോ. പിന്നെ കോളേജ് കഴിഞ്ഞാ വേഗം ബസ് സ്റ്റോപ്പിക്ക് വരണേ. ടൈം എത്രയായി? എടാ, നമുക്ക് ഗസ്റ്റ് ഹൗസ് പോവാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അല്ല, ജിന്ന് എവിടെ? മറ്റവരൊക്കെ ഓരോരുത്തരുടെ റൂമിലുണ്ടാവും. ജിന്ന് കാറെടുത്ത് പോണുണ്ട് ഇന്ന്. എവിടുക്കാണോ ചോദിച്ചിട്ടില്ല. വിളിക്കണോ? ഒന്ന് വിളിച്ചോക്ക്. എന്തിനാന്നറിയാലോ. മറ്റുള്ളവരൊക്കെ ഞാൻ വിളിച്ചിട്ട് തരാം. ഈ ജിന്നിനെ വിളിക്ക്. ഞാൻ വിളിക്കാം. നീ മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ട് പോരും. ഹലോ, എന്താ? നീ എവിടെടാ? നീ എങ്ങോട്ടേ പോയി? ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പില്. ബസ് സ്റ്റോപ്പിലോ? നീ എന്തിനാ ബസ് സ്റ്റോപ്പിൽ പോയേ? നിന്റെ അടുത്ത് കാറില്ലാഞ്ഞിട്ടാണോ? കാറിന് എന്തേലും പറ്റിയോ? കാറിന് സീനൊന്നും ഇല്ല. വെക്കട മോനെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ നീ വെക്ക്. എന്ത് കാര്യം? എടാ, നീ കാര്യം എന്താ വെച്ചോ? അപ്പൊ എന്തായിരിക്കും ഞാൻ കാര്യം? വന്നിട്ട് പറയുന്നല്ല പറഞ്ഞേ. എന്താടി അങ്ങേരടി? ഞാൻ പറഞ്ഞ അങ്ങേരടി. ഇങ്ങേരാണ് ആള്. ലുക്കടി കോളടിച്ച് മോളെ. അപ്പൊ ഞാൻ പോയി ചോദിക്കണോ? ഇപ്പൊ പോയി ചോദിക്കല്ലേ? അതെന്നെ, ഇപ്പൊ തന്നെ പോയി ചോദിക്കണ്ട. ഇന്നലെ ഇന്നും ഉണ്ടായില്ലേ, ഇനി എന്നും ഉണ്ടാവുമായിരിക്കും. അല്ല, ഇന്നിങ്ങനെ പിന്നാലെ പോവാലോ. അയ്യോ, ഇത് വന്നേക്ക്. ഞാനിപ്പോ എന്നാ പോയി പറയാ?
ഇന്ന് പോയി പറയണോ? വേണ്ട, അതെന്ത് പറയാന്, വേണ്ടെന്ന് പറയണ, വേണ്ട. എന്റെ പൊന്നു ചിന്നെ, ഏതേലും ഒന്ന് തീരുമാനിക്ക്. എടി അങ്ങേര് എന്നെ നോക്കണ്ട്. എനിക്ക് തോന്നണം എന്നെ കാണാൻ വന്നേന്നാ തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയ കോട്ടും സൂട്ടൊക്കെ ആള് ബസ് സ്റ്റോപ്പ് കാത്തുക്കോ? അല്ലടി, നമുക്ക് എങ്ങനെ ഫസ്റ്റ് കമ്പനി ആയാലോ? ജസ്റ്റ് പേരൊക്കെ ചോദിച്ച് എന്തെല്ലാം ജസ്റ്റ് അറിയാം. പിന്നെ ഇവരിങ്ങനെ ഇഷ്ടായിക്കോളല്ലോ. എടി ഒന്ന് പോയി ചോദിക്കടി, നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ആവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്ലീസ് എടി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി ചോദിക്ക്. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റാക്കി തരായിരിക്കോ? ഡോൺ വരി ബൈ ഗേൾ, ഞാൻ പോയി ചോദിക്കാം. നീ ജാടിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഫ്രണ്ട് ആവാ. നമ്മൾ പറയായിരുന്ന ചിലപ്പം കിട്ടിയില്ലെങ്കിലോ? നമ്മളത് ജൂണിക്ക് സെറ്റാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ. അത് ശരിയാണ്, ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ലല്ലോ. ഇപ്പൊ തന്നെ പോവാതെ പിടിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. വാ എടി, അത് വേണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. നിനക്ക് അവിടെ വേണോ? ആ വേണം. എന്നാ മിണ്ടാണ്ട് വാ. എക്സ്ക്യൂസ് മീ. യെസ്. ജസ്റ്റ് കമ്പനി ആവാൻ താല്പര്യമുണ്ടോ? ഓ, അതിനെന്താ? അങ്ങനെയാണ്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമോ? എൻ്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് കുറച്ച് അടിച്ചു പൊളിച്ചിട്ട് പോവാം. ഓ, അതിനെന്താ, ഞങ്ങൾ വരാം. ബസ് വരാൻ ടൈമായി. ഈ ബസ് പോണ സ്റ്റോപ്പിൽ തന്നെയല്ലേ നിങ്ങളെ വീടും? അല്ല, ബസ്സിൽ പോണ്ട, എൻ്റെ കാറുണ്ട് അവിടെ, കാറിൽ പോവാ. കാറോ? കാറുണ്ടായിട്ടാണോ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്? അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കുന്നതാ. ഇന്നലെ വെറുതെ നിന്നപ്പോ ഭയങ്കര ഇഷ്ടമായപ്പോ ഇന്ന് വെറുതെ വന്നതാ. അപ്പൊ ഞാൻ ബസ് കയറാൻ നിന്നൊന്നല്ല. അതാ എന്റെ ബ്ലാക്ക് കാർ അവിടെതാ, അതിലാണ് പോകുന്നത്. വാ പോവാ നമുക്ക്. ഓ ശരി, എന്നാ പോവാ. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. ഇത് ഗസ്റ്റ് ഹൗസോ? അപ്പൊ നിങ്ങൾ ശരിക്കുള്ള ഇവിടെ എങ്ങനെയായിരിക്കും? ഓ മൈ ഗാഡ്, നിങ്ങൾ ആദ്യമായിട്ട് ഇത്ര വലിയ ഹൗസ് ആണെന്ന്. നിങ്ങൾ അകത്തേക്ക് വാ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പാരന്റ്സ് ഒന്നും ഇവിടെ ഇല്ല? ഞങ്ങൾക്ക് അങ്ങനെ പാരന്റ്സ് എന്ന് പറയാന് ആരുമില്ല. ഞങ്ങൾ തന്നെ ഒരു പാരന്റ്സ്. അപ്പൊ ഫുഡൊക്കെ നിങ്ങൾ എല്ലാരും കൂടിയാണ് ഉണ്ടാക്കാറ്? ഫുഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഞങ്ങളെ 2 ഫ്രണ്ട്സിന്റെ മാരേജ് കഴിഞ്ഞതാ. JK ജിം എന്ന് പറയും. അവര് മാരേജ് കഴിഞ്ഞോണ്ട് അവരെ വൈഫ് അടക്കം ഉണ്ടാക്കി തരും. അവരും ജോബിന് ഓണാണ്. അപ്പൊ ചിലപ്പോ ഉണ്ടാക്കി തരും, ചിലപ്പോ ഉണ്ടാക്കി തരൂല. ഞങ്ങളിവിടെ 7 ബോയ്സും 2 ഗേൾസും ആണ് ഇവിടെ ഉള്ളത്. ഒരു ആന്റി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇവര് 2 ഗേൾസ് വന്നപ്പോ അവര് ഒഴിവാക്കി. പിന്നെ ഞങ്ങളൊക്കെ ഒരു ജാക്സൺ തന്നെ ഒരുത്തുണ്ട്. അവന് ഞങ്ങളൊപ്പല്ല നിക്കല്ലേ, നല്ല ഫ്രണ്ടാണ്. ഇവിടെ ഉള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അവന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണമെങ്കിലൊക്കെ ഒരു ചെയ്തു തരും അവന്. ശരി, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. നമുക്ക് അകത്തേക്ക് പോവാം. അല്ല, ഇതാരൊക്കെയാ? അതൊക്കെ പറയാ, മറ്റവരൊക്കെ ഇവിടെ എല്ലാവർക്കും കൂടി പറഞ്ഞാൽ ആരാണെന്ന്. ഓ ശരി, എല്ലാരും നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മേ, എന്താടി ചിമിനായിട്ട് വെറുതെ ആള് ടോട്ടിക്ക? അല്ല, ഇതാരൊക്കെയാ? അത് ജിന്നേട്ടൻ കൊടുന്നാടി. അത് ശരി. ഹലോ. ഹായ്. ഹലോ, വരൂ നമുക്ക് അകത്തേക്ക് പോവാം. ഇനി ജിന്നേട്ടൻ അവിടെ എത്തിക്കാണോ? നമ്മളിപ്പോ വരുന്ന വിചാരിച്ച് നിക്കുന്നുണ്ടോ അവിടെ?